ബി.ജെ.പി. നേതൃയോഗത്തിൽ വൻ തർക്കം. സംസ്ഥാന സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി സ്ഥാനത്ത് നിന്ന് നാരായണൻ നമ്പൂതിരിയെ മാറ്റണമെന്ന് കൃഷ്ണദാസ് പക്ഷം ആവശ്യപ്പെട്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നാരായണൻ നമ്പൂതിരി തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. കൌൺസിലർമാർക്കൊപ്പം പി. രഘുനാഥിനും നാരായണൻ നമ്പൂതിരിക്കും ഹരിദാസിനുമെതിരെ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. ഉച്ചയ്ക്ക് ശേഷം യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യും. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ബി.ജെ.പിയിലെ ഉൾപോര് അതിന്റെ പാരമ്യതയിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, ഫോൺ കോളുകൾ അടക്കം തെളിവുകളായി ഹാജരാക്കി കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും ഇനിയൊരു നടപടി ഇതിൽ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ജിൽസി, അതായത് സംഘടനാ തെരഞ്ഞെടുപ്പ് മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ഒരു യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കിക്കൊണ്ടാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, നടപടി വേണം എന്നുള്ള ശക്തമായ ആവശ്യത്തിൽ പല നേതാക്കൾക്കെതിരെയും, ഒരു നേതാവിനെതിരെയല്ല പല നേതാക്കൾക്കെതിരെയും നടപടി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രോഗ്രാം ചാർജ് ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിക്കെതിരെ നടപടി വേണമെന്ന് കൂടി ഇപ്പോൾ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇതിനകത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പ്രോഗ്രാം ചാർജ് ഉണ്ടായിരുന്ന നാരായണൻ നമ്പൂതിരി ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. എറണാകുളം ജില്ലയിലെ ഭാരവാഹിയായിട്ടുള്ള സംസ്ഥാന വക്താവ് സിന്ധുമോളെ അവിടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു. എറണാകുളം പ്രഭാരിയായിട്ടുള്ള നാരായണൻ നമ്പൂതിരി ഗ്രൂപ്പ് നേതാവിനെ പോലെയാണ് അവിടെ പെരുമാറിയത്. അത്തരത്തിൽ ചുമതലയുള്ള ഒരാൾ, പ്രോഗ്രാം ചാർജ് ചുമതലയുള്ള ഒരാൾ പെരുമാറേണ്ട രീതി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി സ്ഥാനത്ത് നിന്നുകൂടി നാരായണ നമ്പൂതിരിയെ മാറ്റിക്കൊണ്ട് നടപടിയെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ കൃഷ്ണദാസ്. പാലക്കാട് പ്രോഗ്രാം ചാർജ് ഉണ്ടായിരുന്ന നാരായണൻ നമ്പൂതിരിക്കെതിരെ അടക്കം നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ഉച്ചയ്ക്ക് ശേഷം യോഗം എന്തായാലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്.